നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു കൂർക്ക തക്കാളിക്കറി. ആദ്യമായിട്ട് നമുക്ക് കൂർക്ക ഒന്ന് വേവിച്ചെടുക്കാം. കൂർക്ക ഏകദേശം വേവായിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂർ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമ്മൾ തക്കാളിയുടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് പച്ചമുളക് കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കുക. എന്നിട്ട് തക്കാളി നല്ല വെന്ത് വരും. നമ്മൾ അരപ്പ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നു, ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു, അതുപോലെ നമ്മൾ മഞ്ഞപ്പൊടിയുടെ ഇട്ട് കൊടുക്കുന്നു, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, ഒരു ചെറിയ പിഞ്ച് ജീരകോടെ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂർക്ക തക്കാളിയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കൂർക്ക തക്കാളി കറിയിലോട്ട് നമുക്ക് ഇച്ചിരി കടുകൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയിരുന്നേക്ക് വറ്റൽമുളകും കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നു, ഒന്ന് മൂപ്പിക്കുന്നു, നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ കൂർക്കയും തക്കാളി ഇട്ട കറി കണ്ടോ, നല്ല കൂർക്കി നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വീട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ കറി തന്നെ. പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്.